വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കുറേ ദിവസമായാലും നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ വീഡിയോക്ക് എടുത്ത് വെച്ചെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു, വീഡിയോ അപ്ലോഡ് ആവുന്നില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് വിഷയങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാതിരുന്നത്. പിന്നെ ഒരു ലൈവ് വരെ സാധാരണ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ലൈവെങ്കിലും വരുന്നതാണ്. ഇപ്പോൾ ലൈവ് വരാൻ ക്ലാസ്സുണ്ട്, ക്ലാസ്സിന് പോയിട്ട് വരുമ്പോൾ പിന്നെ ഒട്ടും എന്താ പറയുക, അത്രയും സമയം ഇരുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം പിന്നെ ഒന്നിനും പറ്റില്ല. വന്ന് ഫുഡ് കഴിക്കും, 1/2 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും 6 മണിയൊക്കെ കഴിയും. അപ്പോൾ അങ്ങനെ സമയം എന്താ പറയുക, ഇവിടെ 6 മണി കഴിഞ്ഞാൽ പിന്നെ വെളിച്ചവും ഇല്ല. അപ്പം അതൊക്കെ കൊണ്ടിട്ടാണ് ലൈവ് പോലും വരാൻ പറ്റാത്തത്. എന്തായാലും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു വീഡിയോസൊക്കെ എന്താണ് ഇടാത്തതൊക്കെ എന്നൊക്കെ. അപ്പോൾ എനിക്കതൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരും ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്കത് വലിയ സന്തോഷമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ചയാണ്, എനിക്ക് ഇന്നലെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നും ക്ലാസ് ഉണ്ട്. അതിന് മുമ്പ് അറിയാമല്ലോ നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നത്, ഞാൻ ഇപ്പം പറയുമല്ലോ, ഞാൻ സൺഡേ ഡ്രോയിങ് ക്ലാസ്സിന് പോകാറുണ്ടെന്ന്. അപ്പം 2-3 ആഴ്ചയായിട്ട് അത് മുടങ്ങിയിരിക്കുകയാണ്. 2-3 ആഴ്ചയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ സാറിൻ്റെ കൂടെ ക്ലാസ്സിന് പോയിട്ട് വേറെ എൻ്റെ സ്കൂളിലോട്ട് പോകാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം നേരത്തെ ഞാനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 8 മണിക്ക് ക്ലാസ്സിന് കയറണം, 10 മണിയാകുമ്പോൾ ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞൊരു വീഡിയോ, വേറൊന്നുമില്ല. എൻ്റെ ഒരു എല്ലാവരും വീഡിയോ കാണാതാകുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട്, എന്തെങ്കിലും കുഞ്ഞു കാര്യമാണെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞു ഇതാണെങ്കിൽ പോലും ഇടണേ വീഡിയോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞു, പിന്നെ ഞാൻ പോകുന്നതൊക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടട്ടെ, ഓട്ടോ വന്നു, ഇനി മുടി കെട്ടി പോകണം, ഫുഡൊക്കെ ഇനി വേണം കഴിക്കാൻ. അപ്പോൾ ഇതായാലും മുടി കെട്ടട്ടെ, ഇപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. അമ്മയുടെ മുടി കെട്ടിത്തരാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുക. അമ്മ റെഡിയായി, ഇനി ഞാൻ കൂടി റെഡിയായാൽ മതി. എല്ലാ സൺഡേ അമ്മയാണ് കൊണ്ട് ആക്കി തരുന്നത്. പിന്നെ ഇപ്പം സ്കൂള് വെള്ളിയാഴ്ച വരെ ഉള്ളൂ. പിന്നെ ഇന്നലെ നമുക്ക് മറ്റേ കോഴ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അത് 9:30 തൊട്ട് 4:30 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടി മാനേജ് ചെയ്യാൻ ഇച്ചിരി ഇതായിരുന്നു. പക്ഷെ നമ്മളത് ഇതാക്കി. രണ്ടും നമുക്ക് രണ്ടും സ്കൂളിലെ പഠിത്തവും പിന്നെ ഇത് രണ്ടും എല്ലാം ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെ തന്നെ കൊണ്ടുപോകണമെന്നാണ്. ചില സമയം മാത്രമാണ് ഒരു ചെറിയൊരു ബ്രേക്ക് വരുന്നത്, എന്നാലും ഞാനത് കവർ ചെയ്യും. പിന്നെ ഇപ്പം മഴയൊക്കെ എങ്ങനെ ഉണ്ട്? ഇവിടെയും നല്ല മഴയൊക്കെയാണ്. ഇപ്പോൾ ഒരു ദിവസം മഴയില്ലെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കര മഴയായിരിക്കും, അങ്ങനെയാണ്. ഇന്നലെ പകലൊന്നും മഴയില്ലായിരുന്നു, പക്ഷെ ഇന്നലെ രാത്രിയായിട്ട് നല്ല മഴയായി. അതുപോലെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ മഴ വരാൻ ഈ വഴി കാത്തു കിടക്കണം എന്ന് തോന്നുന്നു, കാരണം അപ്പോൾ വെള്ളം കയറും. അതടുത്തൊരു പ്രശ്നം. എന്തായാലും നമ്മളെല്ലാം സേഫായിട്ടിരിക്കുക. നമ്മൾ അറിയാമല്ലോ, നമ്മുടെ ഒരു കോക്ക് ഇങ്ങനെയാണ് സിമ്പിൾ. ഞാൻ ഇപ്പോൾ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്നൊരു പൊട്ട് വയ്ക്കണം പോകണം. സംഭവം എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഈ കരിയും ഇതൊന്നും വരയ്ക്കത്തില്ലേ എന്നൊക്കെ. ഞാൻ എല്ലാം വരയ്ക്കും, പക്ഷേ എൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ ഇങ്ങനെ എടുത്ത് തുടയ്ക്കും. അപ്പോൾ എൻ്റെ മുഖം എല്ലാം കൂടി പടരും. അപ്പോൾ അതൊക്കെ കൊണ്ട് അങ്ങനെ പടർന്ന് കാണുമ്പോൾ എനിക്കൊരു മടിയാണ് പിന്നെ വരയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അധികം വരയ്ക്കാത്തത്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഒന്ന് വരയ്ക്കും. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇച്ചിരി ഒരുങ്ങിയിട്ടൊക്കെ വരണ്ടേ വീഡിയോയിലെന്നൊക്കെ. പക്ഷേ ഞാൻ ഇന്ന് വിചാരിക്കും ഇച്ചിരി നല്ല അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങിയൊക്കെ വരണമെന്ന്, പക്ഷെ നടക്കാറില്ല. എന്തായാലും ഇന്ന് ഞാൻ ഒരുങ്ങുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനകത്ത് പല കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നമുക്കൊരു ഗെറ്റ് റെഡി ചെയ്യണം. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മാലയൊന്നും ഇടത്തില്ലേന്ന്. ഞാൻ ഇടും, പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ചൊറി എന്താ പറയുക, അത് കിടക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഈ മുടിയിലൊക്കെ കയറി ഉടക്കിയൊക്കെ പിടിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് മാല ഇടാതെ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മാല ഇടണം. ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എന്താ പറയുക, ഈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മാല അത്ര പറ്റാത്തത്. അല്ല, മാല ഇടാത്തതുകൊണ്ടല്ല. ഇപ്പം എനിക്കറിയാം, ഞാൻ ഒരു വീഡിയോയിലും വലുതായിട്ട് മാല ഇടത്തേ ഇല്ല. എനിക്കതാണ് വിഷയം. എനിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
എന്തായാലും എൻ്റെ ഇതിന് പറ്റിയൊരു മാലയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും മാലയൊക്കെ ഇട്ട് വീഡിയോ എടുക്കുക. അപ്പം നമ്മൾ വീഡിയോ കാണുന്ന ലീന ആൻറ്റി ഒരിക്കൽ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റി നമ്മൾ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി എന്നെ ഒരിക്കൽ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി കുറച്ച് മാലയും കമ്മലൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി എപ്പോഴും എൻ്റെ അടുത്ത് വരാതെ അറിയും ആൻറ്റി കൊണ്ടുവന്ന മാലയൊന്നും ഇട്ട് കാണുന്നില്ല, വീഡിയോയിലൊക്കെ വെറും കഴുത്തായിട്ടായിട്ട് നിൽക്കുന്നതെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ആൻറ്റി ഞാൻ ഇടുന്നുണ്ട്, എവിടെയെങ്കിലും പോകുമ്പോൾ ഇടും. പിന്നെ എനിക്ക് ഈ മാല ഇട്ട് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുടി കയറി ഉടക്കി പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. പക്ഷെ ആ മാലയൊക്കെ ഞാൻ ഇടുന്നുണ്ട്, ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതും ഒക്കെ. പക്ഷെ നമുക്ക് ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാറേ ഇല്ല. അതെന്താണോ ഉണ്ടോ, എനിക്ക് ആ സമയത്ത് പറ്റാറില്ല, അതെന്താണോ ഉണ്ടോ. എന്തായാലും ഒരുങ്ങിയൊക്കെ ഞാൻ എന്തായാലും ഒരു വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ കൂട്ടുകാരെ ഒരുപാട് താമസിച്ചു. ഇപ്പം തന്നെ ഓട്ടോ വന്നിട്ട് കുറേ നേരമായി. ഇനിയിപ്പം ഓട്ടോയിൽ പോകണം. അവിടെ പോയി 8 മണി തൊട്ട് 10 മണി വരെ ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങ് ക്ലാസ്സിന് പോകാൻ പറ്റൂ. ഇനി നിന്ന് ലേറ്റ് ആവും. അപ്പം ഇത്രയും എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കുഞ്ഞായിട്ട് ഇതുപോലെ വീഡിയോസിലൊക്കെ വരാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇറങ്ങിയ സമയത്താണ് നമ്മൾ എൻ്റെ ഫയലിൽ ഞാൻ എല്ലാം എടുത്ത് വെച്ചെങ്കിൽ എനിക്കൊരു സംശയം, സ്കെയിലുണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പം ഞാൻ ഈ സ്കെയിൽ കൂടി കയ്യിൽ ഒരു കരുതിയിരിക്കുകയാണ്. ഇനി പോട്ടെ. ഓ ശരി ചേച്ചി ഷോള്